നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി വാസ്തുവിദ്യയുടെ സൗന്ദര്യം നമുക്ക് മുഴുവനായും പകർന്നു തന്ന ഒരു ശില്പി എന്ന് വേണം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതിൽ മാത്രമല്ല, വാക്കുകൾ കൊണ്ടും സാഹിത്യത്തിലുമെല്ലാം നിപുണനായ പത്മശ്രീ ജേതാവുമായ ശ്രീ ശങ്കർജി, ഹാബിറ്റാറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ അമരക്കാരനുമായ ശ്രീ ശങ്കർജിയാണ് നമ്മുടെ അതിഥി. നമ്മുടെ വിഷയം ആരോ ഒരാൾ. ശീർഷകം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു യാത്രയും എവിടെയെങ്കിലും ഒരു തിരിവിൽ നമ്മളെ കാത്തൊരു മുഖം നമ്മുടെ സഹായത്തിനായിട്ട് എവിടെയോ ദൈവം കരുതി വെച്ചതുപോലെ. അറിയില്ല, നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരാളൊരു വിഷയം ഉണ്ടാകാം. നിരന്തരമായി നമ്മളിപ്പോൾ ഒരുപാട് അധ്യായങ്ങളിൽ ഇങ്ങനെ പങ്കുവെച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള വ്യക്തിത്വങ്ങളിലൂടെ ശേഖരിച്ച് എന്നിങ്ങനെ ശങ്കർജിയിൽ എത്തി നിൽക്കുകയാണ്. ഒരുപാട് യാത്ര നടത്തുന്ന ആളാണെന്നറിയാം. വായനയുടെ ഒരു വലിയ ഒരു വലിയൊരു അക്ഷയമായിട്ടുള്ള ഒരു ഖനി തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് ജീവിതത്തിലൊരു ഓർമ്മ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വാസ്തുശില്പവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അനേകം യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒട്ടനവധി അനുഭവങ്ങൾ, ഹൃദയത്തിനോട് ചേർത്ത് നിർത്തേണ്ട ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലൂടെ ഞാൻ ഏറെ ആൾക്കാരുടെ മനസ്സിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു ആർക്കിടെക്റ്റ് എപ്പോഴും ചെയ്യുന്നൊരു യാത്ര, ഒരു അനുയാത്രയുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ആർക്കിടെക്റ്റ് മനസ്സുകളിലൂടെ ഒരു അനുയാത്രയുണ്ട്. അത് അപൂർവമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുക. തീർച്ചയായിട്ടും ആരോ ഒരാൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു ദൈനംദിന ചിത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോക സമ്മേളനത്തിന്, പാർപ്പിടവുമായിട്ട് ബന്ധപ്പെട്ട ലോക സമ്മേളനത്തിന് ഒരു ഇന്ത്യൻ പ്രതിനിധി അംഗമായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഇതിനേക്കാളും വളരെ ചെറുപ്പമാണ്, 15 വർഷം മുമ്പേ നടന്ന സംഭവമാണ്. ഈ യാത്ര മാനില എന്ന് പറഞ്ഞിട്ട് ഈ ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനത്തേക്കുള്ള യാത്രയായിരുന്നു. ഈ യാത്രയുടെ ഈ തിരുവനന്തപുരവും കേരളവും ഈ ഫിലിപ്പൈൻസുമായിട്ട് നേരിട്ട് വിമാന ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിംഗപ്പൂർ വഴി ആണ് മാനിലയിൽ എത്തേണ്ടിയിരുന്നത്. സൗകര്യപരമുള്ള കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം നേരത്തെ ഞാൻ ഈ നഗരത്തിൽ എത്തിച്ചേരുകയാണ്. ഒരു ഞായറാഴ്ച എത്തിച്ചേരുകയാണ്. ഞായറാഴ്ച ഒറ്റയ്ക്കാണ്, വേറെ ഒരു ജോലിയില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം അതിന് ഭക്ഷണം കഴിക്കണം, ഈ കുറച്ച് കാഴ്ചകൾ കാണണം എന്നുള്ള ഇതിനകത്ത് ഞാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി നടന്ന് പോകുമ്പോഴത്തേക്കും യാദൃച്ഛികമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫിലിപ്പൈൻസ് എന്ന രാജ്യത്ത് പോകുന്നത്. അപ്പോൾ കാണേണ്ട കാഴ്ചകളെ പറ്റിയൊക്കെ കേട്ടറിവുകളല്ലാതെ വേറൊരു ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മനസ്സിൽ കുറിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ വഴിപോക്കൻ ഒരാൾ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുകയും അയാളുമായിട്ട് ഞാൻ സൗഹാർദ്ദത്തിലാവുകയും ചെയ്തു. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഈ മാനില എന്ന നഗരത്തിൽ ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ എനിക്കെന്താണ് കാണുവാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ വഴിത്തിരിവായൊരു ചോദ്യമായിരുന്നു. എനിക്ക് ആർക്കിടെക്ചർ, വാസ്തുശില്പത്തിലുള്ള കൗതുകമുണ്ട്, അങ്ങനെ വല്ല നല്ല കെട്ടിടങ്ങളുണ്ട്. അതേപോലെ എനിക്ക് ഈ സാംസ്കാരിക ചിഹ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഇതൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുവാനുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഓട്ടോറിക്ഷ, ഫിലിപ്പൈൻസിലെ ഓട്ടോറിക്ഷ, നമ്മൾ ടുക് ടുക്ക് എന്നൊക്കെ വിളിക്കുന്ന പോലെ ഫിലിപ്പൈൻസിലെ ഓട്ടോറിക്ഷയിൽ പോയി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എൻ്റെ ഉച്ചയ്ക്ക് ഊണിന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചാവാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ മാനില എന്ന നഗരം ലോകത്തിലെ ഏറ്റവും വലിയ ചേരി നഗരമാണ്. ഈ പാവപ്പെട്ടവരുടെ ഈ വാസസ്ഥലങ്ങൾ എങ്ങനെയാണ് കാണുവാനായിട്ടുള്ള അതമീയ ആഗ്രഹം ഒരു വശത്ത്, ഇദ്ദേഹത്തിന് ക്ഷണമൊന്നും. അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹം ഒരു ചേരി പ്രദേശത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ചേരി പ്രദേശത്ത് ഊട് വഴികളാണ്, എല്ലാം ചെറിയ ചെറിയ വഴികൾ, ഒരു സൈക്കിൾ പോലും നടക്കുക, ഈ ഇടവഴിയിൽ കൂടെ നടന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ ഈ താമസ സ്ഥലത്തെത്തി. അവിടെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, ഞാൻ ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നടന്നു.